ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫസി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്കും സ്വാഗതം. ഇരുന്നുകൊണ്ട് എങ്ങനെ ഒരു ഡയമണ്ട് ഫേഷ്യൽ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സ്കിപ്പ് ചെയ്യാതെ ഓരോ സ്റ്റെപ്പുമായിട്ട് കണ്ടാലത് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ തന്നെ ഫേസൊക്കെ ഒരു ഫേസ് വാഷ് ഇട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ്. ക്ലെൻസ് ചെയ്യാൻ വേണ്ടി പാലെടുത്ത് കോട്ടൺ ബഡിൽ മുക്കി തേണ്ട ഫേസ് ഫുള്ള് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ക്ലീൻ ചെയ്യാം. ഫേസൊക്കെ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. എന്താ നല്ല വൃത്തിയായിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ഫോളിയേഷനാണ്. ഒരു ടേബിൾ സ്പൂൺ ഓട്സ് പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. നോർമൽ ടു ഓയിലി സ്കിൻ ആയവർ റോസ് വാട്ടറും, ഡ്രൈ സ്കിൻ ആയവർ പാലും യൂസ് ചെയ്യാം. നമുക്കിനി ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് ഫുള്ളും നെക്കിലും നല്ലപോലെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ക്രബ് ചെയ്യുന്ന പോലെ ഒരുപാട് നല്ല ഇങ്ങനെ കട്ടിക്ക് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഡെഡ് സ്കിന്നും നമ്മുടെ ബാഡ് സ്കിന്നും അതുകൂട്ട് ഇതെല്ലാം കൂടി പോകാൻ വേണ്ടിയാണ്. ഇതൊരു സ്ക്രബ്ബർ എന്നൊരു രീതി നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കിതെല്ലാം ഫേസിൽ ഇതെല്ലാം ഫുൾ അപ്ലൈ ചെയ്തെല്ലാം റെഡിയായി. നമുക്കിനി ഇത് ഫേസ് വാഷ് ചെയ്യാം. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്തു. അപ്പോൾ ഇപ്പം തന്നെ അതിൻ്റെ ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് മസാജാണ്. ഫേസ് മസാജാണ്. നമുക്ക് ഫേസ് മസാജ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടീസ്പൂൺ തൈര്, 2 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസ്. ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ബീട്രൂട്ട് ഫേസിന് ഏറ്റവും നല്ല സാധനം. അതുപോലെ തൈരും രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് നല്ലപോലെ അത് മസാജ് ചെയ്ത് നമ്മുടെ ഫേസിന് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മസാജ് ചെയ്തത്. നല്ലപോലെ ഫേസിലും നെക്കിലും എല്ലാം മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് തന്നെ ഞാൻ വാഷും ചെയ്തു. അന്നപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് പാക്കാണ്. ഫേസ് പാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ആട്ടമാവ് 1 ടേബിൾ സ്പൂൺ ആട്ടമാവ്, റോസ് വാട്ടർ, പിന്നെ എൻ്റെ ഓയിൽ ടു നോർമൽ സ്കിൻ ആയവർക്ക് റോസ് വാട്ടർ എടുക്കാം. അല്ലാത്തവർക്ക് പാലും യൂസ് ചെയ്യാം. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ റോസ് വാട്ടറാണ് എടുക്കുന്നത്. ഫേസ് മാസ്ക് റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലും നെക്കിലും എല്ലാം തേച്ച് കൊടുക്കണം. ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് ഡ്രൈ ആകുന്നതാണ്. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആട്ടമാവില്ലെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടി യൂസ് ചെയ്താലും മതി. അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. എൻ്റെ ചന്ദനത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മാവ് എടുത്തത്. ഫേസ് പാക്ക് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. കാണാൻ നല്ല വലിയുന്നുണ്ട്. ഡ്രൈ ആയിട്ട് നമുക്കിനി ഇത് ഫേസ് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്യാം. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വാഷ് ചെയ്യാം. ഫേസൊക്കെ നമ്മൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ല സോഫ്റ്റ് സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. എന്താണെങ്കിലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ ഇത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അവരെനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.